അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്തണ്ണിയാളെ നിങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടാണ് കേട്ടോ, ഈ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആൾക്കാരോടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. എത്തണ്ണിയാളെ നിങ്ങളിങ്ങനെ തീരെ ഒരു കണ്ണിച്ചോരല്ലാത്ത പണി കാട്ടണേ. നമ്മൾ ഇത്രയും റിസ്ക് കുടിച്ചിക്കാണ്ട് ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തൂടെ? കമൻറ്റ് ഞങ്ങളോട് പറയണില്ല, കാരണം കമൻറ്റ് എഴുതി ഉണ്ടാക്കാൻ കുറച്ച് പണിയല്ലേ. കമൻറ്റ് വേണ്ട, പിന്നെ ആ സബ്സ്ക്രൈബും ഇല്ലേ, ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ നിങ്ങൾക്ക്? അല്ലെങ്കിൽ തന്നെ നമ്മൾ ചക്കട്ടപ്പം മുയൽ ചത്ത് പറഞ്ഞ മാതിരി എപ്പോഴെങ്കിലും ഒരു 1000 ആയെങ്കിലും ആയി, ഇല്ലെങ്കിൽ ഇല്ല. ഇപ്പോൾ 2-3 വീഡിയോ ഒക്കെ നമുക്കൊരു 1000 കിട്ടിയത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ആകെ 35-40 1000 ആൾക്കാർ കണ്ടിട്ടേ നമുക്ക് കിട്ടിയ ലൈക്കാണത്. ഏതായാലും നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. എലി എത്ര കരഞ്ഞിട്ടെന്താ, പൂച്ചക്ക് കണ്ണീരൊട്ടു കാരണം മാതിരിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, എനിക്ക് ലൈക്ക് എന്നിട്ടും കമൻ്റ് എന്നിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഞങ്ങൾക്കൊരു ഉപകാരമൊന്നുമില്ലല്ലോ, എനിക്കല്ലേ. അങ്ങനെ തോന്നുന്നവരോട് ഇപ്പോൾ ഞാൻ എത്താ പറയണത്, ഒന്നും പറയാല്ല. ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനൊന്നും ഇങ്ങോട്ട് ആരും ദേഷ്യം തോന്നണ്ട, വെറുതെ ഓരോ തമാശ ഇങ്ങനെ നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ ഓരോ വളവള അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിലേ അങ്ങനെ പറയണതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞത് തെറ്റാണ് വെച്ചെങ്കിൽ ക്ഷമിച്ചിടേണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത് ദോശയാണ്. അപ്പോൾ നമ്മൾ നീച്ച് വരുമ്പോൾ തന്നെ നമ്മൾ മാവൊക്കെ തലേന്ന് അരച്ച് വെച്ചിക്കണമെങ്കിൽ അത് രാവിലെ തന്നെ നീച്ചിക്കാണ്ട് അത് പതഞ്ഞ് പൊന്തിക്കണോ എന്നാണ് നമ്മൾ നോക്കുക. നമ്മളത് ഏതായാലും സോപ്പും പതോലം അങ്ങോട്ട് പതഞ്ഞ് പൊന്തി വന്നിക്കണം കേട്ടോ. നമ്മളെ സുഹൈല പറയുന്ന മാതിരി സോപ്പും പത പോലെ പൊന്തി വന്നിക്കണേ. പിന്നെ ഒരു തേങ്ങ ഉണ്ടേനി, അത് പൊട്ടിച്ചിക്കണേ. തേങ്ങ കുടുകുടുവാണ് കേട്ടോ. അപ്പം പൊളിച്ചാനൊക്കെ ഉസാറായിട്ട് പൊളിച്ചാണ് നമ്മൾ ഔത്തച്ചെന്നെ പൊളിച്ചിക്കണത്. അപ്പോൾ അതിൻ്റെതൊക്കെ ഈ ഔത്തച്ച് എന്തിനാണ് പൊളിച്ചണെന്നൊക്കെ നാളൊക്കെ ഞാൻ പറഞ്ഞേക്കണേ. നമ്മൾ പാര കൈക്കോട്ട് അങ്ങനത്തെ ഒന്നും നമ്മൾ പുറത്തേക്കലില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഔത്തുനിന്ന് തന്നെ പൊളിച്ചത്. പിന്നെ നമ്മളിപ്പോൾ അവിടെ അടിച്ചു വരുമല്ലോ. അപ്പോൾ കണ്ടില്ലേ, തേങ്ങ ഞാൻ നിലത്ത് വെച്ചിട്ട്, നിലത്തല്ല ആ സിങ്കുമ്മ വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് പൊട്ടിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കണത്. ഇനി ഇത് നമുക്കിങ്ങനെ നുറുക്കിയെടുത്തിട്ട് നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ട് കണ്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കണം, ചതച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് അതിൽ നിന്ന് ഇട്ടുകാണ്ട് അരക്കണം. അതൊക്കെയാണ് ഇപ്പം വേണ്ടിയത്. അതാണ് കുടുകുടു തേങ്ങ ആയാലുള്ള കുഴപ്പം. ഞാനേതായാലും മിക്സിൻ്റെ ജാറിലിട്ടിക്കണേ. ഇനി നമുക്ക് അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാക്കണേ, ഞാനൊന്ന് പൊടിച്ചിക്കണം കേട്ടോ. ഇനി അതൊക്കെ ഒന്നും വേണ്ട, ഇതൊക്കെ പാടിട്ടുകാണ് ചട്ടിനി ഉണ്ടാക്കണില്ല. നമ്മൾ ഇതിന്ന് പകുതി ഒഴിവാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാക്കണേ, പകുതി ഒഴിവാക്കിയിട്ട് പകുതി എടുത്തുകാണ്ടാണ് ചട്ടിനി ഉണ്ടാക്കുന്നത്. ഞയ്ക്ക് നമുക്ക് മുളകും ഉള്ളിയൊക്കെ ആണ് കേട്ടോ. അപ്പം ഇനി ബാക്കിയുള്ള തേങ്ങ നമുക്ക് മാറ്റിയേക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഇനി ഉണ്ടാവുമല്ലേ, അപ്പോൾ നമുക്ക് വെക്കാം. അപ്പോൾ ഞാൻ 2 പണം ജീരുള്ളി തൊലിച്ചിട്ടിക്കണേ. ഇനി നമുക്ക് പച്ചമുളക് ഇടണം. അപ്പോൾ നമ്മളെ ചായക്ക് വെള്ളം വെച്ചതൊക്കെ തിളക്കണുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെയും പറഞ്ഞോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും അങ്ങനെ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട്. ഇനി നമുക്ക് ചട്ടിനി ഉണ്ടാക്കിയെടുക്കണം. ചട്ടിനി ഉണ്ടാക്കിയെടുത്തിട്ടാണ് നമ്മൾ അപ്പം ചൂടുന്നത് കേട്ടോ. അങ്ങനെ അതൊന്ന് തിളക്കട്ടെ. അപ്പം ഇനി നമുക്ക് നമ്മളെ ചായപ്പൊടിയും പഞ്ചാരയൊക്കെ എടുത്തോടെ തന്നെ കൊണ്ടുവയ്ക്കാം. അങ്ങനെ പഞ്ചാര മേലെ കയറ്റി ചായപ്പൊടി കബോർഡും വെച്ചിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ, നമ്മൾ തേങ്ങയിൽ കുറച്ച് വെള്ളം പാർന്നിട്ട് നമ്മൾ അരച്ചെടുക്കാം. അപ്പം മുളക് ഞാൻ കേകി കൊടന്നച്ചാണ് കേട്ടോ. ഇനി ആരും ചോദിച്ചണ്ട മുളക് എന്താ കേകിയിട്ടില്ലേ നിലത്തുനിന്ന് അടുക്കണേ, അതൊന്നല്ല കേട്ടോ. അപ്പുറത്ത് ആ മിക്സിൻ്റെ ജാറിൻ്റെ അടുത്തേ നമ്മളെ മിക്സിൻ്റെ അടപ്പില്ലേ, അതിലിനി ഞാൻ മുളക് ചീനിയത് അതിൽ നിന്നാണ് ഓരോന്നിങ്ങനെ എടുത്ത് ഇട്ടുക്കണത് കേട്ടോ. നിങ്ങൾ നിലത്തുനിന്ന് അടുത്തതൊന്നും ചോദിച്ചണ്ട, അതിൽ നിന്നാണ് എടുത്തുക്കണത്. അപ്പോൾ എന്നാൾ പടവലങ്ങ നമ്മൾ അരിഞ്ഞപ്പോഴേ അത് കേകിയിട്ടില്ലേന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ
പറഞ്ഞത് കേട്ടോ. അപ്പോൾ മുളക് ഇങ്ങനെ എടുക്കണ ഇങ്ങനെ കാണുന്നുണ്ട്, പാത്രം ഉണ്ടോയെന്ന് അറിയണമില്ല. അപ്പോൾ അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴാണ് കരിയേപ്പിൻ്റെ ഇല ഇല്ലാത്തത്. അപ്പോൾ ഞാൻ കരിയേപ്പിൻ്റെ ഇല പോയി എടുക്കട്ടെ. അപ്പോൾ ഇതാക്കണേ നേരം വെളുക്കണുള്ളൂ കേട്ടോ, കണ്ണൊന്നും കാണുന്നില്ല. ഏതായാലും ഞാൻ പുറത്തത്തെ ലൈറ്റ് ഒന്ന് ഇട്ടുക്കണേ. നമുക്ക് കരിയേപ്പ് പോയി പറിച്ചാൽ, കരിയേപ്പില്ലാഞ്ഞാൽ ചട്ടിനി ഒരു ബൗസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2-3 ഇതൾ നമുക്ക് കരിയേപ്പിൻ്റെ ഇല പൊട്ടിച്ചെടുക്കാം. അങ്ങനെ കരിയേപ്പിൻ്റെ ഇലയും കൊണ്ട് നമ്മൾ ഔത്തെത്തിക്കണം കേട്ടോ. ഇനി നമ്മളെ ചായ ഒന്ന് ചൂടാറാൻ വെക്കണം. മദ്രസയിൽ പരീക്ഷയാണ് മക്കൾക്കൊക്കെ. സനുവിന് 6:30 തുടങ്ങും, മിന്നൂട്ടിക്ക് 7 മണിക്കും തുടങ്ങും. അപ്പം സനുവിന് കുടിച്ചാല ചായ ഞാനൊന്ന് പറഞ്ഞു വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇതാക്കണേ കരിയേപ്പും കടുകും ഇട്ടെടുത്തു. നമുക്ക് ഞരച്ച് വെച്ച നമ്മളെ തേങ്ങ ഉണ്ടല്ലോ അത് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ചട്ടിനി റെഡി ആയിക്കണേ. ഇനി നമുക്ക് അപ്പം ചൂടണം കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, ഒന്നുകൂടി ഉണ്ട് ഇളക്കി കൊടുത്താൽ നമ്മളെ ചട്ടിനി റെഡിയായി. ഇനി നമുക്ക് അപ്പം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഇതാക്കണേ നമ്മളെ ചട്ടി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിലാക്കി കൊടുക്കുക. അപ്പോൾ ഓയിലാക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെച്ചാക്കാഞ്ഞാലൊരു പൊറുതിയാടാ, അതുകൊണ്ടാണ് ഓയിലാക്കിക്കണത്. ആക്കിയിട്ടും ആക്കാതെയും ഒക്കെ ചൂട് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നല്ല ഉഷാറായിട്ട് ചട്ടി നിറച്ചും അപ്പാണ്ട് പരത്തിയെടുത്തിക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ല അപ്പം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് മൂടിയും വെച്ചിക്കണേ. അപ്പോൾ ഇനി ഒന്നുകൂടി ഇതായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുക, മാണ്ടെങ്കിൽ മാണ്ട. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഓയിലാക്കി കൊടുത്താൽ ഒന്നും കൂടി മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ അപ്പവും ഇതേപോലെ തന്നെ എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് പാർന്ന് കൊടുക്കാം. അങ്ങനെ അപ്പമൊക്കെ നമ്മളങ്ങനെ ചുട്ടെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ലോണം ഈ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മളെ കൈലുമ്മലാണ് പോരും ആ മാവ്. ഇതൊരു എന്താ പറയുക, തിജ്ജോണ്ട് കളിച്ചണ മാതിരിയാണ്. അങ്ങോട്ടും വെജ് അങ്ങോട്ടും വെജാറിന മാതിരിയാണ്, തൊടാൻ വെജാത്ത മാതിരിയാണ്. നമ്മളൊക്കെ ഉണ്ടല്ലോ തിജ്ജുമ്പോൾ തൊടാൻ കഴിയൂല, തിജ്ജ് കൂടാനും പറ്റൂല, ഇന്ന പറ്റ കുറയാനും പറ്റൂല, അങ്ങനെയാണ്. അപ്പം മക്കളെ നമുക്ക് ചക്കക്കണ്ടം കിട്ടിയിരിക്കണം കേട്ടോ. 2 ഉച്ചല കേട്ടോ. ഒന്ന് താഴത്തേക്ക് പറഞ്ഞ മൂത്തച്ചിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു കണ്ട അവിടെ കൊണ്ടുപോയി കൊടുത്തേക്കണ്, ഒരു കണ്ട ഞാനും കൊടുത്തേക്കണേ. പിന്നെ കുറച്ച് മട്ടലുണ്ട്, അത് കുറേ ദിവസമായിക്കണം കേട്ടോ അവിടെ ഇങ്ങനെ തട്ടി കളിച്ചിന്. അപ്പോൾ ഞാൻ എന്താട്ടി അതൊന്നിങ്ങനെ വെട്ടി ചീന്തി എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമുക്ക് നമ്മളെ അയൽവക്കത്തെ പെരയിൽ നിന്ന് തന്നതാണ് കേട്ടോ. കുറേ അയക്കണ് കൊടന്നിട്ടിട്ട്. അപ്പോൾ ആ കാക്ക ഇങ്ങനെ അതിലിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോക്കും ആ മട്ടൽമക്ക്. ഇവളിപ്പോൾ ഇത് കൊണ്ടുപോയിട്ടിട്ട് കുറേ കാലമല്ല, എന്താ ഇപ്പോൾ ഇതൊന്നും വജ്ജാക്കാത്ത നീക്കാരം വിചാരിച്ചണതേ. അപ്പം ഇന്നിപ്പം നമുക്കിതാണ് വജ്ജാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ ഓലക്കൂടെയൊക്കെ ചിലതൊക്കെ നാശമായിട്ടോ. അപ്പം ഞാൻ എന്താട്ടി നല്ലതൊക്കെ പൊറുക്കിയെടുക്കും ചെയ്യണം. അപ്പോഴാണ് നമ്മളെ മട്ടലൊക്കെ ഇങ്ങനെ ചീന്തിയപ്പോഴാണ് കറുത്ത മരത്തുമ്മ 2 കുഞ്ഞി മാണിക്കായാണ്, കുഞ്ഞിയാണ്. അത് 2 പറിച്ചിക്കണം കേട്ടോ, പൊത്തുക്കണം കേട്ടോ. അത് നമ്മളെ കാക്കയൊന്നും കണ്ടിട്ടില്ല. കാക്കച്ചികളെ കണ്ടിക്കണേ വെച്ചെങ്കിൽ അതിൻ്റെ പണിയൊരുക്കും. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്താട്ടി വിറക് നമ്മളെ മട്ടൽ ചിന്തിയുണ്ടല്ലോ അതൊന്ന് കൊണ്ടുപോയി ഇടാണ് കേട്ടോ മേലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെ മുളക് ഇതാക്കണേ ഒന്നും കൂടി വെയിലത്തിടുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ 2 ദിവസം വെയിലത്തിട്ടപ്പോഴും നമ്മളെ വിരുന്നാരൊന്നും വന്നിട്ടില്ല കേട്ടോ, ഇന്നും വന്നിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണല്ലോ, അപ്പോൾ ഇന്ന് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ മുളകൊക്കെ ഞാൻ ചിക്കി പോകുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്നിങ്ങനെ പൊട്ടിച്ച് നോക്കി കേട്ടോ പൊട്ടുണ്ടോ. അപ്പോൾ ചിലത് പൊട്ടണുണ്ട്, ചിലത് പൊട്ടണില്ല. അപ്പം ഇനി ഞാൻ എന്താട്ടി ഒന്നുകൂടി വെയിലത്തിട്ടിക്കണേ. ഇനി നാളേക്ക് ആകുമ്പോഴത്തേന് അത് ഉണങ്ങും. പിന്നെ നമുക്ക് എന്താട്ടാ കൊണ്ടുപോകുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഉണക്കി അത് കൊടുത്തേച്ചാൽ മതി. അങ്ങനെയാണ് വിചാരിച്ചിരിക്കണത്. പിന്നിപ്പോൾ നമ്മളെ കുട്ടിയാണ് ഇപ്പോൾ കൊണ്ടുപോകാമല്ലേ, ഓനിപ്പോൾ ശനിയാഴ്ചയാണ് ഇപ്പോൾ ഒഴിവില്ലത് കോളേജിന്. രാവിലെ കൊണ്ടുവച്ചാൽ ഉച്ചയ്ക്കാകുമ്പോഴത്തേന് പൊടിപ്പിച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഓൻ കോളേജ് ഇട്ട് വരണമെങ്കിൽ 4 മണിയാവും. അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ടാൽ പിറ്റേന്നേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മില്ലിലൊക്കെ ചിലപ്പോൾ എലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചെങ്കിൽ അതിൽ എലിയാൾ പാത്തിയാൽ അത്രയും വലിയ കേടുമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചേ ഇനിയിപ്പോൾ പൊടിപ്പിച്ചാൽ ശനിയാഴ്ച ഒക്കെ ആക്കാമെന്നാണ് വിചാരിച്ചിരിക്കണത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും പറഞ്ഞേക്കണേ മല്ലിയൊക്കെ പൊടിപ്പിച്ചുമ്പോൾ കരിയേപ്പ് ഇടാനും പെരിഞ്ചീരകം ഇടാനൊക്കെ പറഞ്ഞേക്കണം കേട്ടോ. നമ്മളെ പൊടിപ്പിച്ചുമ്പോൾ കരിയേപ്പും പെരിഞ്ചീരകവും ഒക്കെ ഇടും കേട്ടോ. അപ്പം നിങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുവേ. അപ്പം ചക്ക നന്നാക്കണേ. അപ്പോൾ ഇതാക്കണേ
നമുക്ക് കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ. ഞാനും നമ്മളെ മൂത്തച്ചി താത്തി ഉണ്ടല്ലോ മിഞ്ഞാന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളേനി ഇനിയാളെ ഒരു ചക്കൻ്റെ ഒരു എത്ത് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ കൂട്ടാൻ വെച്ചത് കണ്ട് തിന്നേനി. ഇപ്രാവശ്യം ഇവിടുന്ന് ഒരു ചക്കക്കണ്ടവും കിട്ടണില്ല. ഇനിയിപ്പോൾ നോൽമ്പിനെ കാരണം എല്ലാവരും ചക്കയും കിട്ടൽ അപ്പറ്റ വാണ്ടിയും വരില്ല. ഇപ്പോൾ ഒരു എത്ത് കിട്ടുകയാണെങ്കിൽ കൂട്ടാൻ വെച്ചോക്കേനി എന്നങ്ങനെ പറഞ്ഞിട്ടുള്ളേനി ഞങ്ങൾ കേട്ടോ. മിഞ്ഞാന്ന് രണ്ടാളും കുത്തിർന്നുകാണ്ട്. അപ്പോൾ പറയാൻ കാരണം നമ്മൾ അയലോകത്തൊരു പെരിയിലുണ്ട് ചക്ക, അത് മൂത്തുകളെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടിട്ട് മൂത്തുകൾ തോന്നുന്നുണ്ട്. എന്താ പോലെ ഇടാത്തത്, അവിടെ ഇട്ടാൽ നമുക്കൊരു കണ്ടം കിട്ടും ചേച്ചും. അപ്പോൾ എത്ര പോലെ ഇടാത്തത്. ഇനിയിപ്പോൾ നോൽമ്പിനെ ഇക്കാരം ഇടുക, ആ നോൽമ്പിനിട്ട് നമുക്കറ്റ മാണ്ടിയും വരില്ല. ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഒരു എത്ത് കിട്ടുകയാണെങ്കിൽ കൂട്ടാൻ വെച്ചോക്കേനി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും പറഞ്ഞു ചിരിച്ചോണൊക്കെ ഇങ്ങനെ ഇരുന്ന്. അതിലാണ് നമുക്ക് ഇന്ന് ഒരു ചക്കക്കണ്ടം കിട്ടിയത് കേട്ടോ. അപ്പോൾ അതേതായാലും വെക്കുമ്പോൾ നമ്മൾ എന്താട്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ മിന്നൂട്ടി സ്കൂളിൽ പോയപ്പോൾ പറഞ്ഞാണ് ഒരു കണ്ടം പൂക്കണം കേട്ടോ. അപ്പം ഇനി പകുതി നമുക്ക് കൂട്ടാനും വെക്കാം, ഒരെത്ത് നമുക്ക് പോപ്പിച്ചാനും വെക്കാം. ഇനി പോള് പറഞ്ഞല്ലേ. അപ്പം ഇനി ഓക്ക് മടി, ഓക്ക് പൂത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂട്ടാനും ഇഷ്ടമാണ്, പക്ഷേങ്കിൽ പൂത്തതാണ് ഭയങ്കര തൃപ്പതിയാണ്. അപ്പം ഞാൻ എന്താട്ടിന്നറിയാം, അതിൻ്റെ ചൗണിയൊന്നും ഇല്ലാതെ വെറും പിന്നെ അതിൻ്റെ ചുള ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇതുണ്ടല്ലോ, അതിൻ്റെ മുള്ളൊക്കെ അരിഞ്ഞിട്ട് മറ്റേ ഭാഗമൊക്കെ പാടങ്ങോട്ട് മടലും ചെത്തിയെടുക്കണം കേട്ടോ. മടലും കൂട്ടി വെച്ചാൽ നല്ല രസമാണ് കേട്ടോ കൂട്ടാൻ. കുറച്ചൊക്കെ ചക്ക വിളിച്ചെങ്കിൽ ഇങ്ങനെ മടലൊക്കെ കൂട്ടിക്കാണ്ടാണ് പണ്ടില്ലോല് വെച്ചിനിയത്. ഇവിടെ അമ്മ പറയണേക്കാട്ടോ. അമ്മക്ക് ഭയങ്കര തൃപ്തിയാണ് ഈ ചക്ക. നമ്മൾ ഈ ചക്ക കിട്ടുമ്പോൾ അങ്ങനെ ഓർക്കും. ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ആണ് നന്നാക്കുക കേട്ടോ. നമ്മളൊന്നും അറിയണ്ട, നന്നാക്കി നമുക്ക് കുക്കറിൽ ഇട്ടാൽ മതി. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഉമ്മാനങ്ങനെ ഓർക്കും. അങ്ങനെ ഇതാക്കണ ചക്കയൊക്കെ ഒന്ന് നമ്മൾ അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പം നല്ലോണം ഒന്നും ചെറുതാക്കി അരിയൊന്നുമില്ല. ആ മൂക്കും അതിൻ്റെ തലഭാഗവും ചെത്തിയിട്ട് ആ കുരു കൊണ്ട് ഒഴിവാക്കിയിടും. അങ്ങനെയാണ്. എന്നിട്ടാണ് ചീന്തിയിടും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചക്ക വെക്കൽ. കാരണം ഇനി ഒടിയണ സാധനമല്ലേ, പിന്നെ കുറേ കുഞ്ഞി കുഞ്ഞാക്കി അരിഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. അപ്പോൾ ഞാൻ നമ്മളെ ചക്കയൊക്കെ അങ്ങനെ അരിയാണ് കേട്ടോ. ഇങ്ങൾക്കൊക്കെ ചക്ക കിട്ടിയോ? കിട്ടിക്കണമെങ്കിൽ പറയണ്ടിട്ടോ. നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ കൂട്ടാൻ വെക്കാനൊന്നും ഉണ്ടാവില്ല, അഞ്ച് മുഴുവനും തിന്നാണല്ലോ എന്നില്ലേ. ചക്ക ഇങ്ങനെ അരിയുമ്പോൾ ഇങ്ങനെ തിന്നണ ഒരു രസമാണ് കേട്ടോ. ആ പെണ്ണിയാളെ ഇവിടെ ഉണ്ടല്ലോ അമ്മ പറയണത് കേട്ടിക്കണം കേട്ടോ. ചക്കയൊക്കെ നമ്മളിങ്ങനെ നന്നാക്കുമ്പോൾ കൂട്ടാൻ വെക്കുമ്പോൾ ചക്ക പറയുമ്പോലും ഇത്രയും കുട്ടികളുണ്ടായിട്ട് ഇഞ്ചപ്പോൾ ഒരൊറ്റ കുട്ടികളും പോകുന്നില്ലല്ലോ, ഞാൻ ഇത്രയും കുട്ടികളെ പെറ്റിട്ട് ഇഞ്ചപ്പോൾ ഒറ്റൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയുമല്ലോ ചക്ക. അപ്പം ഞാനും തന്നെ എന്താട്ടും ഇനിയിപ്പോൾ ചക്കക്ക് ഒരു വിഷമം വേണ്ട, ഇത്രയും കുട്ടികളെ പെറ്റിട്ട് ഒരൊറ്റ കുട്ടിയും ആ ചക്കൻ്റെ തള്ളൻ്റെ ഒപ്പം പോകാതൊക്കെ ഉണ്ടല്ലോ വിചാരിച്ച് കണ്ട് നമ്മൾ എന്താട്ടും തരാം ഒരു 4-5 കുരു ഞങ്ങൾ ഇവിടെ കൂട്ടാൻ വെക്കുമ്പോൾ ഇടും കേട്ടോ. ഇനിയിപ്പോൾ ചക്കക്കൊരു പൊറുതിയേട് വേണ്ട, നമുക്കത് കേട്ടപ്പോൾ അമ്മക്കൊരു പൊറുതിയേട്, അപ്പോൾ നമുക്കൊരു പൊറുതിയേട് വേണ്ട വിചാരിച്ചിക്കാണ്ട് ഞാനൊരു 4-5 കുരുവേക്ക് പൊറുക്കിയിട്ടിക്കണേ. പിന്നെ ചോറ് വെച്ച് ഊറ്റിക്കണം കേട്ടോ. പിന്നെ നമ്മളെ കൂട്ടാൻ വെക്കാൻ നമ്മൾ ഇതാക്കണേ നമ്മളെ ചക്ക കേകി കുക്കറിലിടുകയാണ് കേട്ടോ. പിന്നെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇച്ച് കേൾക്കാഞ്ഞാൽ ഒരു മനസ്സിക്കൊരു തൃപ്തി ഉണ്ടാവില്ല കൂട്ടാൻ വെച്ച് തിന്നുമ്പോൾ. അപ്പോൾ ഞാൻ കേൾക്കും, എന്നെങ്കിൽ ഇച്ചൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇടാണ് കേട്ടോ. പച്ചമുളക് ഇട്ട് വെച്ചാൽ ഇച്ചൊരു ബൗസ് തിന്നാൻ പള്ളറച്ച് തിന്നു കേട്ടോ കൂട്ടാൻ കണ്ടാൽ. പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ പള്ളക്കൊരു കനണ്ണയാളെ ഗ്യാസാണ് കയറിയിട്ട്. പിന്നെ കുറേ സുറുക്ക വെള്ളം പറഞ്ഞിട്ട് ഉപ്പിട്ടിട്ടൊക്കെ ഇങ്ങനെ കുടിച്ചാണ് കേട്ടോ. ചക്കക്കൂട്ടാൻ കണ്ടാൽ അങ്ങനെയാണ്. എന്താ ഒരു പഴഞ്ചൊല്ലി ഉണ്ടല്ലോ, എരിഞ്ഞ് കുടിച്ച മക്കൾ ചക്കക്കൂട്ടാൻ കണ്ടാൽ മതി. അത് പറഞ്ഞാൽ സത്യമാണ് ഇളയെ. കിട്ടാത്തൊരു സാധനം നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരലച്ചിയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കക്കൂട്ടാൻ. അത് ഞാൻ എപ്പോൾ കിട്ടിയാലും നമ്മൾ തിന്നും. 4 മണിക്കൊക്കെ ചായ കുടിച്ചുമ്പോൾ ചായയൊക്കെ കുടിച്ചുമ്പോൾ അതും കൂട്ടി കുടിച്ചാൽ നല്ല രസമാണ്. പിന്നെ പള്ളക്കൊരു മുട്ടലും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിച്ചു മാണ്ടില്ലേ ഇനി ഇത്രയൊന്നും തിന്നണ്ടില്ലേ എന്നൊക്കെ കരുതും കേട്ടോ. കണ്ടാൽ തിന്നാതൊക്കെ തോന്നില്ല. അങ്ങനെ ഇതാക്കണം. അതിക്കൊരു അരപ്പ് വേണമല്ലോ. നമ്മൾ തേങ്ങയും നല്ലീരകം ജീരുള്ളി പാടെ ഒന്ന് ചതക്കണം. അപ്പോൾ ഒന്ന് കുറച്ച് ചതച്ച് വെച്ചത് അവിടെ ഉണ്ട്. ഇനി
ഈ നല്ലീരകം ഒന്ന് അരിഞ്ഞിട്ടാൽ നമ്മളെന്താട്ടി കുറച്ച് തേങ്ങ ഇട്ടുകൊണ്ട് കുറച്ച് വെള്ളം പാർന്ന് അരച്ചെടുത്താണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതാക്കണേ അയലോക്കത്ത് നിന്ന് ചക്കയും കിട്ടി ഇറച്ചിയും കിട്ടി. അയലോക്കത്തെ പെരയിൽ 14 കേട്ടോ മുടിയാളിച്ചലേനി. അപ്പോൾ അതിൻ്റെ ഒരു പൊതി ഇറച്ചിയും കിട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെന്താട്ടി ഇന്നിപ്പോൾ ചക്ക കൂട്ടാനുണ്ട്, ഇന്നലത്തെ കുറച്ച് കോഴിയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഇറച്ചി നമുക്ക് പിടിച്ചിക്കാണ് കയറ്റാം. നാളെ വെക്കട്ടെ ഇനി ഇൻഷാ അല്ലാ. നാളെ ഉണ്ടല്ലോ നമുക്ക് ഈ തൊള്ളയും പള്ളയും ഒക്കെ നാളെ ഉണ്ടാവും. അതാരും കൊണ്ടുപോകില്ല. പിന്നെ മരിച്ചാത്തവർക്ക് തിന്നാം, അത്ര തന്നെ. പിന്നെ അതാക്കണേ നമ്മൾ ആ കോഴി ഒന്ന് മസാല കൂട്ടിക്കണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അത് ക്ലാസ്സിലിട്ട് വെളുത്തുള്ളി ഇങ്ങനെ ചതക്കണ കാണുമ്പം എന്താ പമ്പറന്നോളെ എനിക്കൊരു കുത്തരൽ വാങ്ങിക്കൂടെ എന്നൊന്നും നിങ്ങൾ കരുതണ്ട. കാരണം കുത്തരൽ വാങ്ങിയിട്ട് അതിവിടെ നമ്മൾ വെറുതെ മൂലൊക്കെ കിടണ്ടി വരും. ഒക്കെ മിക്സിയിലല്ല നമ്മൾ ചതക്കുക. അപ്പോൾ ഇതൊന്ന് നമ്മളിങ്ങനെ ഒന്ന് എളുപ്പത്തിന് കാട്ടണതാണ്. അല്ലാതെ നമുക്ക് കുത്തരൽ മാണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ മിന്നുട്ടിക്ക് പൊരിച്ചതേ പറ്റുള്ളൂ. പൊരിച്ചാൽ പിന്നെ ചാറ്റത്തോൻ പറ്റൂട്ടോ. അങ്ങനെ ഒരു സ്വഭാവമാണ് മൂപ്പത്തിയർക്ക്. അപ്പോൾ ഓക്കൊരു 3-4 കണ്ട ഞാനവിടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ പൊരിച്ചാൻ. പിന്നെ ബാക്കി ചാറും വെച്ചിരിക്കണേ. ചാറ് പറഞ്ഞാൽ തുള്ളി വെള്ളത്തിൽ വറ്റിച്ച് വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ഈ കൂട്ടാനും ആ കോഴി ഒരു തുള്ളി വെള്ളത്തിൽ വറ്റിച്ച് വെക്കും. ഇതന്നെയാണ് ഇന്ന് കൂട്ടാൻ. അല്ലാതെ ഇപ്പം ഇന്നൊരു ചാറൊന്നും ഇനി ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ അതാക്കണേ അതിന്ന് ഒരു തുള്ളി തേങ്ങ പൊടിച്ചിട്ടുണ്ടല്ലോ, അതും പാടെ ഇട്ടെടുത്ത് മിക്സീൻ്റെ ജാറും കേയി പറന്നു. പിന്നെ ഇനി നല്ലീരകത്തിൻ്റെ ആ പച്ചക്കുത്തൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇതാണ് പറന്ന് കടുകാണ് തൂമിച്ചാണ്ടല്ലോ നമ്മളെ കൂട്ടാൻ സെറ്റായി. പിന്നെ കൂട്ടാൻ ഒരു വെളിച്ചെണ്ണൻ്റെ ഒരു ചൊയുണ്ട് കേട്ടോ. കുടുകുടു തേങ്ങയല്ലേ, അപ്പോൾ ആ ഒരു കൊപ്പരൻ്റെ ഒരു ചൊയുണ്ട് ഇനി നമ്മളെ കൂട്ടാൻ. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ നമ്മൾ തൂമിച്ച് പോരുന്നത്, അതുകൊണ്ട് പിന്നെ വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ തൂമിച്ച് പോരുന്ന വെളിച്ചെണ്ണയിലായതുകൊണ്ട് ആ വെളിച്ചെണ്ണേൻ്റെ ചൊയ തന്നെയാണല്ലോ കൊപ്പരക്കും. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഞാൻ ചട്ടിയിൽ കുറച്ചുകൂടി കൂട്ടാനൊക്കെ ഇട്ട് അതിൽ കുറച്ച് മേക്കൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി വെച്ചാൽ നമ്മളെ കൂട്ടാൻ സെറ്റായി. പിന്നെ കോഴി വെന്ത് മാങ്ങയും ചെയ്തിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ കൂട്ടാനായി. പിന്നെ കൂളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിച്ചാണ്. കഞ്ഞി കുടിച്ചാനതിന് പൂതി. പിന്നെ ഇപ്പം ഇന്ന് നമ്മൾ ചോറന്നാക്കി. തുള്ളി ചോറും എടുത്ത് പിന്നെ കുറച്ച് കൂട്ടാനും എടുത്ത്, കുറച്ചൊന്നല്ല കുറേ കൂട്ടാനും കുറച്ച് ചോറും എടുത്തിക്കണം കേട്ടോ. പിന്നെ 2 കണ്ണം കോഴി 2 പപ്പടം. അപ്പോൾ അതാണ് ഇന്നത്തെ വിഭവങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളൂ. അങ്ങനെ ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ.